കോഴിക്കോട് സുരക്ഷ കടുപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വനമേഖലകളിലുള്ള തെരച്ചിൽ അന്വേഷണം ശക്തമായി മുന്നോട്ട് പോവുകയല്ലേ? ശക്തമായ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. 5 പേരാണ് ഭീകരർ പെഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്തത് എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം ആഭ്യന്തര മന്ത്രാലയം വിശദീകരിക്കുന്നത്. അതിൽ 3 പേർ പാക് പൗരന്മാരും 2 പേർ കശ്മീരിൽ നിന്നുള്ളവരുമാണ്. ഇവരെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. പക്ഷേ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. 175 പേർ ഇപ്പോഴും ജമ്മു കാശ്മീർ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. CRPFിൻ്റെയും ജമ്മു കാശ്മീർ പോലീസിൻ്റെയും സൈന്യത്തിൻ്റെയും ഒക്കെ ഒരു ജോയിൻ്റ് ഓപ്പറേഷനിലൂടെ വിവിധ ഇടങ്ങളിൽ റെയ്ഡ് തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭീകരർ എന്ന് സംശയിക്കുന്നവരുടെയും ഭീകരബന്ധമുള്ളവരുടെയും ഒക്കെ വീടുകൾ തകർക്കുന്ന നടപടിയുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഉള്ളത് കശ്മീരിൻ്റെ ഒരു ജീവനാഡി എന്നൊക്കെ പറയാവുന്ന ഡാൽ ലേക്കിലാണ്. ഇവിടെ വലിയ സഞ്ചാരികളൊക്കെ എത്തുന്നതാണ് സുജിയ. പക്ഷേ ഭീകരാക്രമണത്തിന് പിന്നാലെ വലിയൊരു സഞ്ചാരികളുടെ ഒഴുക്ക് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വരുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. ഇവരുടെയൊക്കെ ജീവിതം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭീകരവാദത്തിനെതിരെയുള്ള നിലപാടാണ് കശ്മീരിൽ ഭൂരിഭാഗവും ഉള്ളത് എന്ന് നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. കൈസെ ചൽ रहा है शिखर? फर्स्ट क्लास एकदम बढ़िया. सब लोग आ रहे हैं. ये जन्नत है. जन्नत में आ रहे हैं हमारे लोग. हमारे मुल्क के लोग आ रहे हैं. हम जा रहे हैं उधर, वो आ रहे हैं इधर. अच्छे से टूरिस्ट काम कर रहे हैं, बैठे हैं खौफ के बगैर. क्या कहना चाहता है? बस यही कहना चाहता हूँ, हम इंसान है, इंसानियत है, बस यही. आप आइए, हम तब याद आ रहे हैं आपके. आतंक के खिलाफ है सब कश्मीर. सब कश्मीर खूबसूरत भी है दिल से भी, और कश्मीरी भी खूबसूरत है. हमारे बच्चे रो रहे थे जब ये एपिसोड हो गया. हमारी माएँ बहनें रो रही थी. क्यों? क्योंकि वो हम अपने हैं. हम हमारे एक मुल्क, वन नेशन. ये क्या कश्मीर अलग, वो अलग, ये अलग, सब एक है. सब कश्मीर आतंकवादी का खिलाफ है. नहीं, इसके खिलाफ हमने काफ़ी प्रोटेस्ट किया. इस पे जो ये इंसिडेंट हुआ था वहाँ पे हमने काफ़ी प्रोटेस्ट किया है. तो लोगों ने मैसेज दिया है कि हम मिलजुल कर रहना चाहते हैं. तो हमारी तरफ से टूरिस्ट को ये हमारी तरफ से रिक्वेस्ट है, आप आइए, एंजॉय कीजिए कश्मीर का. प्रोटेस्ट इज योर प्रायोरिटी. ये जो प्रोटेस्ट हुआ, हमारा जो प्रोटेस्ट हुआ, ये इंसानियत के नाते हैं. वो इंसान है, हम भी इंसान हैं. वो हमारे भाई, हम आपस में भाई भाई है. ആ സുന്ദരമായ ദൃശ്യങ്ങൾ കൂടി കാണിച്ചു കൊടുക്കാം. സഞ്ചാരികളുടെ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട് ഇവിടേക്ക് എന്നുള്ളതാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. സാധാരണഗതിയിൽ ഈ സമയത്ത് 4 മണി വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ മുഴുവൻ ശിക്കാരകൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നതായിരിക്കണം കാഴ്ച. പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ ഉള്ളത്. പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പെഹൽഗാമിലെ ബൈസറൺ വാലിയിലേക്ക് പ്രവേശനമില്ല. അതിനോടൊപ്പം തന്നെ ആ പേടി കൊണ്ടും മറ്റുമൊക്കെ ഇവിടേക്ക് ആളുകൾ എത്താത്ത സാഹചര്യമുണ്ട്, സഞ്ചാരികൾ എത്താത്ത സാഹചര്യവുമുണ്ട്. ഇത് മനോഹരമായ ദൃശ്യമാണ് ഈ വൈകുന്നേരം അവിടെ ചെലവഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എനിക്ക് അസൂയ തോന്നുന്നു. ഒരു ഭാഗത്തെ തെരച്ചിൽ തുടരുന്നു, അതിനിടയിൽ സാധാരണ പോകുന്നത് പോലെ തന്നെ ചെറിയ വള്ളങ്ങളിലുമൊക്കെയായി ആളുകൾ പോവുകയാണ്. ഈ സഞ്ചാരികൾക്കുള്ള വിലക്ക് എന്തെങ്കിലും ഇപ്പോൾ കശ്മീരിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ആളുകൾ ഭയന്ന് വരാതിരിക്കുന്നതാണോ, അതോ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ സഞ്ചാരികൾ അവിടേക്ക് വരരുത് എന്ന തരത്തിലുള്ള അഡ്വൈസറീസ് എന്തെങ്കിലും ഉണ്ടോ? അതിൽ ഒരു നിർദ്ദേശവുമില്ല, ഒരു വിലക്കോ നിയന്ത്രണങ്ങളോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നേരിട്ട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ബൈസറൺ വാലിയിലേക്ക് പ്രവേശനമില്ല. കാരണം മാധ്യമങ്ങൾക്ക് പോലും അവിടേക്ക് കടക്കുന്നതിന് നിയന്ത്രണമുണ്ട്. അവിടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ചില പരിശോധനകളൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ബാക്കി എല്ലായിടത്തേക്കും, ബാക്കി എല്ലാ ഭാഗത്തേക്കും, സോനാമാർഗ് അടക്കം, ദാൽ ലേക്ക് അടക്കം, ലാൽ ചൗക്ക് അടക്കം എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും കശ്മീരിൽ ഒരു നിയന്ത്രണവും ഇല്ല എന്നതാണ് ഇവിടുത്തെ ഭരണകൂടം അറിയിക്കുന്നത്. പക്ഷേ ആളുകൾ എത്തണം, ഭയക്കേണ്ട കാര്യമില്ല, സെക്യൂരിറ്റി നൽകാൻ തയ്യാറാണെന്നൊക്കെ ഇവിടുത്തെ അതിൽ നമ്മൾ ഭയന്ന് അവിടേക്ക് യാത്ര പോകാതിരുന്നാൽ പാകിസ്ഥാൻ ഉദ്ദേശിച്ച ലക്ഷ്യം കണ്ടു എന്നതല്ലേ? കശ്മീരികളെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമായ ടൂറിസം അത് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ വിനോദസഞ്ചാരികളെ ആക്രമിക്കുമ്പോൾ അവിടേക്ക് വിനോദസഞ്ചാരികൾ ഭയന്ന് പോകാതിരുന്നു കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യമാണ് വിജയം കാണുക. അതുകൊണ്ട് തന്നെ കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തട്ടെ. എത്ര സുന്ദരമായ കശ്മീർ എന്ന് ഓരോരുത്തരും വന്ന് കശ്മീരിനെ അടയാളപ്പെടുത്തി. അതാണ് പഹൽഗാമിൽ പൊലിഞ്ഞ 26 പേരുടെ ജീവന് നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അഞ്ജലി. ഞാൻ തിരികെ എത്താം ആതിരിലേക്ക്. ഇപ്പോൾ ദില്ലിയിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ബൈസറൺ വാലി ഒഴികെ ബാക്കി എല്ലായിടത്തേക്കും ആളുകൾക്ക് എത്താൻ കഴിയുന്ന സാഹചര്യമുണ്ടെന്നാണ് ആദിൽ ഇപ്പോൾ പറഞ്ഞത്. ജോയ്സ്.